സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ട്. എന്റെ മകളെയും കുഞ്ഞുങ്ങളെയും നീ മരണത്തിലേക്കാ തള്ളിവിട്ടത്. അപ്പോട്ടെന്റെ അമ്മ എന്നെ ഇറക്കി വിട്ടമ്മേ. സിസ്റ്റർ, മൃദുലൊരു പേഷ്യന്റ് അവർക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർ നോക്കുന്നുണ്ട്. ഭഗവാനെ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരാപത്തും വരുത്താതെ നോക്കണേ. അച്ഛാ, ധാവൻ ദ്രോഹി പള്ളിക്കലുകാരെ തകർക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ വേണ്ട വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ വെറുതെ വിട്ടു. അത് നിനക്ക് തഞ്ചോ അല്ലടാ. ഇപ്പൊ ഞങ്ങളുടെ പെങ്ങടെയും മക്കളുടെയും ജീവൻ വെച്ച നീ കളിക്കണേ. സൂക്ഷിച്ചോ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ നീ നിന്റെ തറവാടും ഉണ്ടാവില്ല. മതി, സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ട്. അത് കഴിഞ്ഞ ചിലപ്പോ മിണ്ടരുത് നീ. നാവ് ഞങ്ങൾ പിഴുതെടുക്കും. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നിനക്കിപ്പോ സഹിക്കാനും ക്ഷമിക്കാനും പറ്റണില്ലല്ലേ? നിന്റെ അമ്മയായിട്ട് തുടങ്ങി വെച്ചതാ പള്ളിക്കലുകാരുടെ കണ്ണീര് വീഴ്ത്താൻ. ഇപ്പൊ നീയും നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച എന്റെ പെങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ നീ അപകടത്തിലാക്കിയത്. നിന്നെ ഞാൻ അപ്പോ നിങ്ങൾ മാറ്. ഇവനെ തല്ലി തറവാടിന്റെ പേര് ചീത്തയാക്കണ്ട. എടാ, നീ കാരണം എന്റെ മകളും പേരക്കുട്ടികളും അകത്ത് മരണത്തോട് മല്ലടിച്ച് കിടക്കുക. എന്തൊക്കെയായാലും എന്റെ അനന്തരവന്റെ കൂടെ അവളുടെ ജീവിതം സുരക്ഷിതമായിരിക്കുമെന്ന് വിശ്വസിച്ച ഒരു അച്ഛനാ ഞാൻ. പക്ഷേ ആ വിശ്വാസം നീ തകർത്തു. അമ്മ, ഞാൻ വേണ്ട, ന്യായീകരണങ്ങൾ വേണ്ട. നിന്നെപ്പറ്റി വേണ്ടാത്ത കഥകൾ കേട്ടപ്പോൾ അത് സത്യമാവില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതൊക്കെ മറന്ന് മൃദുല നിന്റെ കൂടെ പോന്നു. പക്ഷേ എനിക്കും അവൾക്കും തെറ്റി. തറവാടിൻ്റെ മാനം കെടുത്തിയതിൻ്റെ പേരിൽ നിന്റെ അമ്മയെയും നിങ്ങളെയും ചിലപ്പോൾ എൻ്റെ മക്കളും ഭാര്യയും അവഗണിച്ചിട്ടുണ്ടാവാം. പക്ഷേ ആരെയും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോഴൊക്കെ നിങ്ങളോട് സ്വന്തം രക്തത്തോടുള്ള വാത്സല്യവും സ്നേഹവും മനസ്സിൽ സൂക്ഷിച്ചു വന്നവനാ ഞാൻ. പക്ഷേ എൻ്റെ മകളെയും കുഞ്ഞുങ്ങളെയും നീ മരണത്തിലേക്കാ തള്ളിവിട്ടത്. ഇല്ല മവ, ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും കൊല്ലാൻ നോക്കിയിട്ടില്ല. അവരുടെ കൂടെ എന്ന് സന്തോഷമായിട്ട് ജീവിക്കണമെന്നേ കരുതിയിട്ടുള്ളൂ. മതി, ഇനിയും ബന്ധങ്ങളെപ്പറ്റി നീ പറയണ്ട. അവരുടെ കൂടെ ജീവിക്കാമെന്ന് ആശിക്കുകയും വേണ്ട. അവരെ കാണാനും നിന്നെ സമ്മതിക്കില്ല. പൊയ്ക്കോ, ജീവൻ കൊണ്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. ഇല്ലെങ്കിൽ ചിലപ്പോ പലതും ഞാൻ ചെയ്തു പോകും. അച്ഛൻ പറഞ്ഞ കേട്ടില്ലടാ. ഇറങ്ങി പോടാ. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത് മോളെ? മോളെ മോളെ എന്താ എന്റെ മോൾക്ക് പറ്റിയത്? പറ മോളെ. അപ്പോട്ടെന്റെ അമ്മ എന്നെ ഇറക്കി വിട്ടമ്മേ. എന്റെ ഭഗവതി, എന്തിനാ മോളെ അവര് നിന്നെ? വേണുവേട്ടൻ കാരണം മൃദുലേച്ചി മക്കളും ജീവനൊടുക്കാൻ ശ്രമിച്ചോണ്ടാണെന്ന്. മൃദുലേച്ചിയുടെ കണ്ണീരിന് പകരം ചോദിക്കാന് അപ്പോഴെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചത്. ഞാൻ ഓതി കൊടുത്തിട്ട് വേണുവേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്നാ അവര് പറയുന്നത്. അപ്പോഴെന്റെ അമ്മയുടെ മനസ്സിൽ
നമ്മളോടൊക്കെ പകയും ദേഷ്യവും അമ്മേ. എന്റെ മോളെ, എല്ലാവരുടെയും ജീവിതം തകർത്തിട്ട് അവൻ എന്താ നേടാൻ പോന്നെ? ആരെയും വേദനിപ്പിക്കാത്ത പ്രകൃതമായിരുന്നു അവൻ്റെത്. എന്നിട്ടിപ്പോ എവിടെ നിന്നോ കയറി വന്ന ഒരു പെണ്ണിന് വേണ്ടി സ്വന്തം ഭാര്യയും മക്കളെയും കൊലയ്ക്ക് കൊടുത്തു. കൂടപ്പിറപ്പിന്റെ ജീവിതം തകർത്തു. ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ ഇവനെ പോലെ ഒരുത്തിനെ പ്രസവിച്ചത്? മക്കളെ പോറ്റാൻ ഒരുപാട് വേദനകൾ സഹിക്കുമ്പോഴും കഷ്ടപ്പെടുമ്പോഴും എന്റെ മകൻ വളർന്നു കഴിഞ്ഞ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് ആശിച്ചു. എന്നിട്ടിപ്പോ ഒന്നിനു പുറകെ ഒന്നായി വേദനകൾ മാത്രമാണല്ലോ ഇവൻ തരുന്നത്. എന്റെ ഭഗവതി, ഇതൊന്നും താങ്ങാനുള്ള ത്രാണി എനിക്കില്ല. ഉള്ള നേരത്തെ എന്നെ കൂടെ അങ്ങ് വിളിച്ചൂടെ? ഡോക്ടർ ഗിരിയോടൊന്ന് കൺസൾട്ട് ചെയ്യണം. യെസ് ഡോക്ടർ. സിൻസ് ദ ചിൽഡ്രൻ ആർ ഗോയിങ് സീരിയസ്. ആ പെൺകുട്ടിയാണ് കൂടുതൽ അഫക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. യു ആർ കറക്റ്റ്. ഡോക്ടർ, എന്റെ മക്കള് അവർക്കെന്താ പറയൂ ഡോക്ടർ? അവർക്ക് എന്തെങ്കിലും ആപത്ത്? ഏയ് നത്തിങ്. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് കഴിവിന്റെ പരമാവധി. ഡോണ്ട് ബി അപ്സെറ്റ്. ഡോക്ടർ, റിലാക്സ് വേണു. ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ കുറച്ച് സമയം തരൂ. അമ്മയ്ക്ക് എന്താ പറ്റിയത് മായ? എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് നിങ്ങൾ അങ്ങനെ അറിയണം? മായ, അമ്മയ്ക്ക് എന്താ പറ്റിയത്? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ? മായ, നീ എന്തേ പറയുന്നേ? കാര്യമാ പറഞ്ഞത്. നിങ്ങളുടെ പ്രവൃത്തി ഗുണം കൊണ്ടാ എനിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത്. കൂടുതൽ സംസാരിക്കാൻ നേരമില്ല, താല്പര്യവും. വയസ്സുകാലത്ത് പെറ്റമ്മയ്ക്ക് സന്തോഷവും സമാധാനവും കൊടുക്കേണ്ട മകൻ വഴിതെറ്റി പോന്ന കണ്ടപ്പോ തളർന്നു വീണതാ എന്റെ അമ്മ. ഭാര്യ മക്കളെയും കൊലയ്ക്ക് കൊടുത്ത് നിങ്ങളിപ്പോ എന്റെ അമ്മയെ ദേവുട്ടിക്ക് എന്താ പറ്റിയത്? അമ്മയ്ക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീണു. ഈശ്വര, എല്ലാം കഷ്ടകാലമാണ്. ഒടുവിൽ അമ്മയും കൂടി നീ ഇവിടെ എത്തിച്ചു. സന്തോഷമായി കാണുമില്ലേ? അസുരവിത്താണല്ലോടാ നീ. പെറ്റമ്മയ്ക്കും കൂടി കാലനാവാൻ ഇതെന്തൊരു ജന്മം. വീടിനും കുടുംബത്തിനും ശാപമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നതിന് ഭേദം വല്ല വഴിക്കും പോയി ചത്തൂടെ നിനക്ക്.
ലക്ഷ്മി ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോവുക. ഓ, അപ്പോഴേക്കും ചാടി പുറപ്പെട്ടോ? അമ്മ ഇപ്പൊ എങ്ങോട്ടും പോണ്ട. അവിടെ അതിന് മാത്രം ഒരു പ്രശ്നവുമില്ല. അമ്മയൊന്നും കഴിച്ചില്ലല്ലോ, ഞാൻ എടുത്തു തരാം, വാ. എനിക്കിപ്പോ ഒന്നും വേണ്ട. എന്റെ മക്കളുടെ കാര്യം എന്തായി ഏതാന്നറിയാതെ ഞാൻ എങ്ങനെയാ ലക്ഷ്മി ഉണ്ടുറങ്ങി വിശ്രമിക്ക? ഞാൻ അവിടം വരെ പോയിട്ട് വേഗം വരാം. എന്താ അമ്മ ഇത്? അച്ഛനും രാമകൃഷ്ണേട്ടനും അപ്പവും പോകുമ്പോ പറഞ്ഞതല്ലേ അമ്മയോട് അങ്ങോട്ട് ചെല്ലണ്ടാന്ന്. എന്നിട്ട് ഇങ്ങനെ ചാടി പുറപ്പെട്ടാലോ? എന്നാ പിന്നെ അവരൊരു വിവരം വിളിച്ച് പറയണ്ടേ? എന്താ നടന്നെന്നറിയാതെ ബാക്കിയുള്ളവർ ഇവിടെ തീ തിന്ന് കഴിയാന്നുള്ള വിചാരം വേണ്ടേ അവർക്ക്? പെറ്റ വയറിന്റെ വേദന അറിയാത്ത അവരുടെ വാക്ക് കേട്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. അമ്മേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഈ നിലയിൽ അവിടെ ചെന്നാ കരച്ചിലും പിഴിച്ചിലും ബഹളവും ആയിരിക്കും. മൃദുല ഈ കടുങ്കൈ ചെയ്തത് നാട് മുഴുവൻ അറിയും. വെറുതെ നാട്ടുകാരുടെ മുന്നിൽ തലകുനിക്കാൻ ഇടവരുത്തണോ അമ്മേ? ഇനി കുഞ്ഞാൻ എവിടെ ബാക്കിയിരിക്കുന്നു? കണ്ട കുടുംബത്തിൽ പറക്കാത്തവന്മാരൊക്കെ കൂടെ തലകുനിച്ച് തറയോളം എത്തിയില്ലേ? ഇത്രയും നാളാ ദുഷ്ടൻ എന്റെ മോളോടും മക്കളോടും ചെയ്തൊക്കെ മറന്ന് പിന്നെ അവന്റെ കൂടെ കൈ പിടിച്ചിറങ്ങിയതോടെ നാണം കെട ഇനി ഒന്നുമില്ലാണ്ടായി. ഇപ്പൊ അതൊക്കെ ഓർത്തും പറഞ്ഞു മനസ്സ് വിഷമിപ്പിക്കാതെ അമ്മ വാ. അച്ഛനൊക്കെ വന്നിട്ട് വേണ്ടതുപോലെ ചെയ്യാം. ഇനി അഥവാ അവർ വരാൻ വൈകുകയാണെങ്കിൽ ഞാൻ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ദേ, ലക്ഷ്മിയാ പറയണേ. എന്റെ ഭഗവാനെ, എന്റെ മക്കളെ ദ്രോഹിച്ച ആ മഹാദുഷ്ടനെ കണ്ടറിഞ്ഞ് ശിക്ഷിച്ചോണേ. ഡോക്ടർ, മൃദുലയ്ക്കും കുട്ടികൾക്കും ഇപ്പൊ എങ്ങനെയുണ്ട്? അവരുടെ കാര്യമൊന്നും പറയാറായിട്ടില്ല, ഒബ്സർവേഷനിലാണ്. പിന്നെ മഹാവൈദ്യനെ ഒരാൾ മുകളിലുണ്ടല്ലോ, പ്രാർത്ഥിക്കുക. അവർക്ക് സുഖമാവെന്ന് പ്രതീക്ഷിക്കാം. ഡോക്ടർ, ദേവൂട്ടിക്ക് ഷീസ് ഓക്കെ നൗ. എ മൈൽഡ് അറ്റാക്ക്. ഉടനെ വാർഡിലേക്ക് മാറ്റും, അപ്പൊ കയറി കാണാം. പക്ഷെ സൂക്ഷിക്കണം, മനസ്സിന് വിഷമമുണ്ടാക്കുന്നൊന്നും കാണാനോ സംസാരിക്കാനോ പാടില്ല. ഓക്കെ? വാർഡിലേക്ക് കുട്ടിയും കൂടെ വന്നോളൂ. നിൽക്ക്. എങ്ങോട്ടാ? എനിക്ക് എൻ്റെ അമ്മയെ കാണണം. വേണ്ട, അവൾക്കിപ്പോൾ കുറച്ച് സ്വസ്ഥതയാണ് വേണ്ടത്. ഡോക്ടർ പറഞ്ഞത് നീ കേട്ടില്ലേ? മനസ്സിന് വിഷമം തട്ടുന്ന ഒന്നും കേൾക്കുകയോ കാണുകയോ ചെയ്യാൻ പാടില്ല. അവളെ സംബന്ധിച്ച് നീയാണിപ്പോൾ ഏറ്റവും വലിയ വിഷമം. മായയ്ക്കിപ്പോൾ ഞങ്ങളല്ലാതെ അവളുടെ അമ്മ മാത്രമേ ഉള്ളൂ. അതില്ലാതാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നീ പോ. ഒരു പ്രിസ്ക്രിപ്ഷൻ തരാം. ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങണം. കഴിക്കേണ്ട സമയം രീതിയൊക്കെ അതിലുണ്ടാവും. മറക്കാതെ കൃത്യമായി കൊടുക്കണം. വിളിക്കണ്ട, ബോധം തെളിയട്ടെ.
നീ ഇവിടെ നിന്നോ, ഞാൻ ഫാർമസി പോയിട്ട് വരാം.